നമസ്തേ. നമ്മുടെയൊക്കെ ധാരണ ക്ഷേത്രങ്ങളിൽ ചെന്നാൽ ഇല്ലെങ്കിൽ പള്ളിയിൽ ചെന്നാൽ നമ്മുടെ ദുരിതങ്ങളൊക്കെ മാറും എന്നൊരു തോന്നലുണ്ട്. അത് വെറുതെ തോന്നലാണ്. ദുരിതമൊന്നും മാറത്തില്ല. അനുഭവിക്കേണ്ടത് അനുഭവിച്ച് തന്നെ തീർക്കണം. തീർത്തേ പറ്റുള്ളൂ. പിന്നെ സങ്കല്പങ്ങൾ അത് മുറുക്കെ പിടിക്കണം. ഈശ്വരൻ സങ്കല്പത്തിലെ നമ്മൾ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിലെ ചൈതന്യം കുടികൊള്ളുന്നത് ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെ ചൈതന്യവുമായിട്ട് നമുക്കൊരു ബന്ധം വേണം. ആ ഒരു ആക്ടിവേഷൻ, ഒരു ഫ്രീക്വൻസി നമ്മൾ നേടിയെടുക്കണം. ക്ഷേത്ര ദർശനം അതാണ്. അവിടെ പോയി ഏതെങ്കിലും ഒരു വഴിപാട് പൂർണ്ണമായിട്ട് ഒരു ക്ഷേത്രത്തിലും ചെയ്യാൻ പറ്റത്തുമില്ല. എല്ലാം ഒരു സങ്കല്പത്തിൽ ചെയ്യുന്നതാണ്. ഈ രസീതിൽ കൊടുക്കുന്ന പേരും രസീതിൽ കൊടുക്കുന്ന വഴിപാടുകളും ആ പേരിൽ കൊണ്ട് തീർന്നു. പൈസ മേടിച്ചാൽ അത് കഴിഞ്ഞു. ഇനി അത് അമ്പലത്തിൻ്റെ രസീതും പടിയിലേക്ക് വന്നാൽ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന നമ്മൾ ഉദ്ദേശിച്ച അർച്ചന അവർ നടത്തത്തില്ല. ആ ഭൂമി അവിടുന്ന് എടുക്കുന്ന പുഷ്പമാണ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് നമ്മൾ വ്യക്തിപരമായിട്ടുള്ളിൽ അവനവൻ തന്നെ പ്രാർത്ഥിച്ച് ഇടനിലക്കാരില്ലാതെ പ്രാർത്ഥിക്കാൻ നമ്മൾ ശീലിക്കണം. നമ്മുടെ ധാരണ നമ്മളൊരു തിരുമേനിയെ വെച്ച് പ്രാർത്ഥിക്കുന്നു, വെറുതെയാണ്. പിന്നെ ചില സ്ഥലങ്ങളിൽ ചില കാര്യങ്ങളിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഡയറക്റ്റ് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം തുലാഭാരം സങ്കല്പിക്കാൻ പറ്റത്തില്ല, അത് തുലാഭാരം അവിടെ വെച്ച് ചെയ്യണം. ചോറൂണ് സങ്കല്പിക്കാൻ പറ്റത്തില്ല, അത് കുഞ്ഞിനെ കൊണ്ടുവന്ന് ചോറ് കൊടുക്കണം. എഴുത്തിനിരുത്ത് സങ്കല്പിക്കാൻ പറ്റത്തില്ല, അതവിടെ ചെയ്യണം. പായസം വഴിപാട് ലിസ്റ്റിലുള്ളൂ, നമ്മുടെ പേരിൽ അവിടെ പായസം ചെയ്യുന്നില്ല. അപ്പം പാൽപ്പായസം, ഒരാളുടെ പേര് രേണുക, ചോതി നക്ഷത്രം വെച്ചു, പാൽപ്പായസം എഴുതുന്നു. ആ എഴുതുന്ന പേപ്പറിൽ മാത്രമേ ആ പേരും നാളും നിൽക്കുന്നുള്ളൂ. ഈ പേരും നാളും അകത്തു പോയി ജപിക്കുന്നില്ല. അത് ഒറ്റപ്പെട്ട അമ്പലങ്ങളുണ്ട്. ചില ചെറിയ അമ്പലങ്ങളിൽ പോയാൽ ഒരു പക്ഷേ ആ പേരിൽ ചിലപ്പോൾ നടത്തിയെത്തി. അല്ലാതെ ഇപ്പോൾ കൂടുതലും ഇപ്പം അമ്പലപ്പുഴയിലോട്ട് ചെന്ന് പായസം വഴിപാട് ചെയ്താൽ അമ്പലപ്പുഴയിൽ ഏതെങ്കിലും ആൾക്കാരുടെ പേരിൽ പാൽപ്പായസം വഴിപാട് നടത്തുന്നുണ്ടോ? ഇല്ല. അവർ പാൽപ്പായസം അവിടെ കണ്ണന് നേരിച്ച പായസം കുടിക്കുന്നു. അത് വ്യക്തിപരമായിട്ട് ആ പായസം വാങ്ങാനായിട്ട് നമ്മൾ പൈസ കൊടുക്കുന്നു. അത് കണ്ണന് വഴിപാട് ചെയ്ത പൈസ നമ്മൾ വാങ്ങുന്നു. അത് നമ്മുടെ പേരിൽ അവിടെ അർച്ചന പായസം വഴിപാട് ചെയ്യുന്നില്ല. നമ്മൾ കൊടുത്ത പൈസ കൊണ്ട് അവിടെ ചെയ്യുന്നില്ല. ചെയ്തത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങി കൊണ്ടുപോകുന്നു. ഭഗവാൻ നേദിച്ചത് കൊണ്ടുപോകുന്നു. അല്ലാതെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പേര് കൊടുത്തിട്ട് രേണുക ചോതി നക്ഷത്രം എന്ന് പറഞ്ഞ് അവിടെ ചെയ്യുന്നില്ല. അർച്ചനയും ചെറിയ അമ്പലങ്ങളിലെയും നമുക്ക് വേണ്ടപ്പെട്ട പോലെ അർച്ചനയും കാര്യങ്ങളും വലിയൊരു അമ്പലത്തിൽ ഒന്നും ചെയ്യത്തില്ല. ചില അമ്പലങ്ങൾ ഇപ്പോൾ മൂകാംബികയിലൊക്കെ പോയി കഴിഞ്ഞാൽ സങ്കല്പത്തിനാണ് പ്രാധാന്യം. ഇപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ പറയുന്നൊരു കാര്യം, അവിടെ അമ്മ ഒരു വഴിപാടും അവിടെ ചെയ്യുന്നില്ല. അകത്ത് അമ്മയ്ക്കൊന്നും നേദിക്കില്ല. അവർ ചില നിമിഷം രാവിലെ കഷായം, ഉച്ചയ്ക്ക് രാവിലെ തൃമധുരം, വൈകിട്ട് കഷായം, ഇത് മാത്രമേ നേരിട്ട് നീങ്ങുന്നുള്ളൂ. പിന്നെ ചില അതൊന്നും പുറത്ത് കിട്ടത്തില്ല. ഈ വഴിപാട് നടത്തുന്നതെല്ലാം രാവിലത്തെ തൃമധുരം അവിടെ പടിഞ്ഞാറേ സൈഡിൽ കൊണ്ടുവെക്കും. വൈകുന്നേരം കഷായം അവിടെ തന്നെ കൊണ്ടു കൊടുക്കും. മൂകാംബികയിൽ പ്രത്യേകിച്ച് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, അമ്മയുടെ ചെന്നാൽ അമ്മയുടെ കുങ്കുമം ഉണ്ടല്ലോ, ആ നല്ല സുഗന്ധമാകും കുങ്കുമം. ആ കുങ്കുമം വീണിട്ടുണ്ടെങ്കിൽ അത് മാത്രം അമ്മയുടെ സാന്നിധ്യമായിട്ട് വരാം. അവിടുന്ന് ഒരു കാര്യവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഒരു കാര്യം കിട്ടത്തുമില്ല. നിങ്ങൾ നേരിട്ട് ഒരു വഴിപാട് ഇവിടെ ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം ഇപ്പോൾ എന്ത് പൂജയായാലും, മഹാപൂജയായാലും, രഥം വലിക്കുന്നതിൻ്റെ പൂജയായാലും, അങ്ങനെ ഒരുപാട് കാശുണ്ട്. ചണ്ഡീഹോമം ഉണ്ടെങ്കിലും അതെല്ലാം ശരി തന്നെ, അതൊക്കെ വേറെ ഓരോ ക്രിയാബലം. പക്ഷേ നമ്മൾ അവിടെയാണ് കറക്റ്റ് ചെയ്യുന്നത്. അർച്ചന സങ്കല്പമാണ്, എല്ലാം സങ്കല്പം. ഇപ്പം ഒരു അമ്പലത്തിൽ ചെന്ന് അർച്ചനയ്ക്ക് കൊടുത്താൽ അത് സങ്കല്പമാണ്. അവരവിടെ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് തിരക്കണ്ട. ഇപ്പോൾ ഒരു അമ്പലത്തിൽ നമ്മൾ കുറച്ച് ഐറ്റങ്ങൾ കൊണ്ട് ഭഗവാൻ സമർപ്പിച്ചു എന്ന് വിചാരിക്കുക. അപ്പോഴായിരിക്കും ആ തിരുമേനി ഓടി വന്ന് അതിൻ്റെ അകത്ത് പൈസ എടുത്ത് പോക്കറ്റ് വരും. ഇല്ലെങ്കിൽ ഉടനെ ഈ കൊടുക്കുന്നതിന് ദണ്ണം വരും. അവരുടെ വേല ഇത് കൊണ്ടുവച്ചാൽ ഭഗവാൻ വന്ന് നേരിട്ട് വന്നു. ഭഗവാൻ ഒരു കാര്യം എപ്പോഴും ഓർത്തോണം, ഒരു ഭഗവാനും ഒരു ഭഗവതിയും പായസവും കഴിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഇതെല്ലാം ഒരു സങ്കല്പമാണ്. നമ്മൾ നിവേദ്യവും എന്നൊക്കെ പറഞ്ഞൊരു സങ്കല്പം മാത്രമേ ഉള്ളൂ. നേരിട്ട് ഒരു ദേവിയും ഒരു ദേവനും കഴിക്കുന്നില്ല. ഇത് കൊണ്ടുവന്ന് പ്രസാദമായിട്ട് അല്ലാത്തവരായിട്ട് കഴിക്കുന്നു. ഭഗവാന്റെ പേരും പറഞ്ഞു ഒരു അർച്ചനയ്ക്ക് പായസം കൊടുത്തു. ചെറിയ അമ്പലങ്ങളിൽ നിങ്ങൾ പോയി ചെയ്തു,
അത് അവർ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് അത് ചെയ്യും. പക്ഷേ തിരക്കുള്ള ഒരു അമ്പലത്തിൽ പോയി ഒന്നും ചെയ്യത്തില്ല. അതവിടെ നിന്ന് ചില അമ്പലങ്ങളിൽ പൂർണ്ണമായിട്ടും നമുക്കങ്ങനെ പറയാൻ പറ്റത്തില്ല. ചില അമ്പലങ്ങളിലുണ്ട് നമ്മുടെ പേര് അർച്ചന എഴുതി കഴിഞ്ഞാൽ ആ അർച്ചന അകത്ത് കൊടുത്ത് അവിടെ അതിനു വേണ്ടി പ്രത്യേകം തിരുമേനി വരും. പുള്ളി അത് നോക്കി അടുത്ത പേരും നാളും തന്നെ അർച്ചന എഴുതുന്നുണ്ട്. ഇപ്പം ചക്കുളത്തുകാവ് ഞാൻ കണ്ടിട്ടുണ്ട്, മലയാളിപ്പുഴയെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ചില ക്ഷേത്രങ്ങളിലൊക്കെ കൊടുത്താൽ ചില ക്ഷേത്രങ്ങളിൽ ചെയ്യത്തില്ല. രസീത് എഴുതിയത് മാത്രം മിച്ചം, അതിൽ കിടക്കും പേരും നാളും പൈസയും. അപ്പോൾ അതുകൊണ്ട് ഈശ്വര സങ്കല്പത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ചെല്ലുക, തൊഴുക, എന്തെങ്കിലും കൊടുക്കാനുണ്ട് കൊടുക്കുക, വാങ്ങാനുണ്ട് വാങ്ങി വീട്ടിൽ സ്ഥലം കാലിയാക്കുക. അവിടെ കിടന്ന് കറങ്ങാനൊന്നും നിൽക്കരുത്. കൂടുതൽ നേരം നിന്ന് തൊഴാനും പോകരുത്. ക്ഷേത്രങ്ങളിൽ ഒത്തിരി നേരം നിന്ന് തൊഴരുത്. പോവുക, ഒരു മിന്നായം പോലെ കിട്ടി തൊഴുക. പിന്നെ നമ്മൾ വളരെ ദൂരെ നിന്ന് വരുന്ന ഒരു ക്ഷേത്രമാണെങ്കിൽ ചിലപ്പോൾ ഒരു ഇച്ചിരി നേരം നിൽക്കാം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ സ്ഥിരം പോകുന്നിടത്തൊന്നും ഒന്ന് കണ്ടു മാറുക എന്നുള്ള അങ്ങനെ നിൽക്കരുത്. അതും ഒരു ദോഷം തന്നെ. അങ്ങനെ ഒരിക്കലും നേരെ ക്ഷേത്രത്തിൽ നേരെ നിന്ന് ഒരിക്കലും തൊഴരുത്. ഇതൊരു ഇച്ചിരി സൈഡ് മാറിയിട്ടേ തൊഴാവും. നമ്മൾ കാരണം പുറകെ നിൽക്കുന്ന ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്. കാരണം അവർ തൊഴാൻ നിൽക്കുമ്പോൾ നിങ്ങളെ നിൽക്കുമ്പം അവരുടെ ചിന്ത മുഴുവൻ, അവരുടെ മൈൻഡ് നിങ്ങളെ അത് നിങ്ങളുടെ ഫ്രീക്വൻസിയെ അത് ബാധിക്കും. അത് നിങ്ങൾക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. ക്ഷേത്രങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ കൂടുതൽ അന്ധവിശ്വാസവും പാടില്ല. എല്ലാ ക്ഷേത്രങ്ങളും ആത്മീയ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന അത് കൊണ്ടുപോകുക എന്നുള്ളതും തൊഴുന്നുള്ളതും നമ്മൾ അത് കിട്ടും ഇത് കിട്ടും. ഒരു ഭഗവാനും പായസം വഴിപാട് കൊടുത്താൽ അത് കിട്ടും. ഒരാളും ആരുടെയും ജോലി ചെയ്യാൻ നിൽക്കുന്നവരല്ല. ഒരു ദേവനും ആരുടെയും വീടുവാപ്പണി ചെയ്യാനുള്ളതല്ല. ഈ കൈക്കൂലി കൊടുത്ത് ഒരു ദേവനും കൈക്കൂലി കൊടുത്ത് ഒന്നും മേടിക്കില്ല. പിന്നെ നിങ്ങൾക്ക് ഭഗവാന് പായസം കൊടുക്കണേ കൊടുത്തോ, അത്രയേ ഉള്ളൂ. കൊടുക്കണമെന്ന് തോന്നുന്ന ആ ഒരു സങ്കല്പത്തിൽ അങ്ങ് കൊടുക്കുക. അതിൻ്റെ അപ്പുറത്തൊന്നും ചിന്തിക്കണ്ട. അത് ചില കാര്യങ്ങൾ അങ്ങ് കൊടുക്കണമെങ്കിൽ പൈസ ഉണ്ട് എൻ്റെ കയ്യിൽ. എനിക്കിപ്പോൾ ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ ഒരു വഴിപാട് കഥകളി ഇന്ന വഴിപാട് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലായിട്ട് ചിലപ്പോൾ അങ്ങ് നടക്കും. നടന്നാലും നമ്മളത് സങ്കല്പത്തിൽ അതിന് എത്ര ചിലവാണെന്ന് വെച്ചാൽ അതിന് ചിലവും രസീതും ഒക്കെ അവരടുത്ത് കൊടുത്തു സന്തോഷത്തോടുകൂടി ഭഗവാൻ അത് വന്ന് കാണുന്നുണ്ടെന്നുള്ള സങ്കല്പത്തിൽ നമ്മളത് ചെയ്യുക. എല്ലാ ക്ഷേത്രങ്ങളും അത് തന്നെ. അല്ല, കഴിവതും ക്ഷേത്രങ്ങളിൽ പോകുന്നു കൊടുത്തായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ കുഞ്ഞു ക്ഷേത്രങ്ങളിൽ ചെയ്യുക. ചെറിയ വലിയ വരുമാനമില്ലാത്ത സ്ഥലത്ത് ഒരുപാട് എണ്ണയോ അവിടെ എന്താണെന്ന് നിത്യോപ സാധനങ്ങളോ ചിലപ്പോൾ മലരോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. അവിടെയാണ് പുണ്യം. അല്ല, തിരക്കുള്ളൊരു അമ്പലത്തിൽ നിങ്ങൾ നോക്കിക്കോ, എന്ത് വേണേലും മേടിച്ചു കൊടുത്തോ, നെയ്യ് അതൊന്നും ഒരു സാധനം അകത്തെടുക്കത്തില്ല. അതൊക്കെ ഒന്നില്ല ദേവസ്വം അത് മാറ്റി വകതിരിച്ച് അത് ലേലത്തിന് പോകും. എന്തെടുത്തു ലേലത്തിന് പോകും. വിളക്ക് നിങ്ങൾ എന്ത് കൊടുത്താലും അത് ലേലത്തിന് പോകും. പിന്നെ ആ കൊടുക്കുന്നതിൽ തന്നെ ഭഗവാൻ എന്തിനാണ് വിളക്ക്? ഭഗവാൻ ആവശ്യമുള്ള വിളക്ക് നിങ്ങൾ കൊണ്ടുപോയി വിളക്ക് കത്തിച്ചാലേ ഭഗവാൻ കാണത്തുള്ളൂ. അത് നമ്മുടെ ഒരു സങ്കല്പമൊന്നേ ഉള്ളൂ. ആ സങ്കല്പത്തിൽ തന്നെ നമ്മൾ നിൽക്കണം. അതിൻ്റെ അപ്പുറത്ത് ചിന്തിക്കാൻ പോരുത്. അവിടെ പോയിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒക്കെ കിട്ടണമെന്നൊന്നും വിചാരിച്ച് അമ്പലത്തിൽ ചെന്നാൽ സാധിക്കത്തില്ല. അവിടെ നിൽക്കുന്നവരെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അമ്പലത്തിൻ്റെ വാതിക്കൽ അവർക്കൊന്നും വിശ്വാസമില്ലാത്തവരെ അമ്പലത്തിൻ്റെ വാതിക്കൽ നിൽക്കുന്നത്. നിങ്ങളവിടെ പോയി കുറച്ച് നേരം തിരക്കുണ്ടെങ്കിൽ നിങ്ങളുടെ പെടലിൽ കൂടി തെളിയും. അവർക്ക് ഈ അമ്പലവുമായിട്ടൊന്നും ബന്ധമില്ല. അവർക്ക് പൈസയുമായിട്ടുള്ള ബന്ധം. ഈ ദേവസ്വം ബോർഡിലെ മിക്ക അമ്പലത്തിലെ ജീവനക്കാർക്ക് അവർക്കൊരു കമ്പനിയാണ്. അവർക്ക് അവിടെ ദേവനുണ്ടെങ്കിൽ ദേവൻ ഒരു പ്രോഡക്റ്റാണ്. അത് നാട്ടുകാർ വന്നില്ല, ആൾക്കാർ വന്ന് കണ്ടു അതിൽ നിന്ന് കിട്ടുന്ന അത് വെച്ച് വരുമാനം ഉണ്ടാക്കി ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ദേവസ്വം ബോർഡ്. അവർക്ക് ഈ അമ്പലത്തിലുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പം ഈ ഭക്തർക്കാണ് ഇതൊക്കെ വേണ്ടത്, അല്ലേ? അപ്പം അവരുടെ ചെറിയ കാര്യങ്ങൾ അവരുടെ മനസ്സ് വേദനിക്കും ഭക്തന്മാരുടെ. അതുകൊണ്ട് ക്ഷേത്രങ്ങൾ ദർശനങ്ങളായി ഈ പള്ളിയിലായാലും ഇതൊക്കെ തന്നെ. പള്ളിയിൽ കാണിക്കുന്നതെല്ലാം ഇത് തന്നെ. നമ്മൾ അങ്ങനെ ഇങ്ങനെ കൂടോത്രം. എന്താ ഈ കൂടോത്രം? ഒന്നുമില്ല, ഒരു മണ്ണാങ്കട്ടയില്ല. അങ്ങനെയൊക്കെ കൂടോത്രമൊക്കെ ചെയ്യാൻ ആരായിരിക്കുന്നത്? ഇപ്പം ഞാൻ പോയി ഒരു കൊടുങ്ങല്ലൂർ ഒരു വഴിപാട് ചെയ്യുക, ഇന്നാൾക്ക് വേണ്ടി ചെയ്യണം. അമ്മ എന്നാ അതിനു വേണ്ടി ഇരിക്കുവാണോ? മറ്റുള്ള അമ്മയ്ക്ക് അങ്ങനെ ഇല്ല. അമ്മയ്ക്ക് എസ് ഓർ വൈ ഒന്ന് തന്നെ. അമ്മയ്ക്ക് എസ് ഒന്നും ഇല്ല, വൈ. നമ്മൾ പോയി ഒരു ശത്രുത ഉണ്ടാക്കുക. അതായത് അപ്പുറത്തെ വീട്ടിലെ ഇന്ന രാഘവൻ്റെ ഭരണി നക്ഷത്രം അവൻ്റെ തല പോകണം വേണ്ടേ? അമ്മയ്ക്ക് ഒരു ഗുരുതി വെറുതെയാണ്. എന്തിനാ അങ്ങനെ? അമ്മ അങ്ങനെ ചെയ്യത്തില്ല. അങ്ങനെ ഒരു ദേവനും ചെയ്യത്തില്ല, ഒരു ദേവിയും ചെയ്യത്തില്ല. അങ്ങനെ ഈ ഒരു കൊട്ടേഷൻ ഇരിക്കുന്ന ആൾക്കാരല്ല എല്ലാവരും. ഈ ദേവീക്ഷേത്രങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഭദ്രകാളി ക്ഷേത്രത്തിൽ അമ്മ കൊട്ടേഷൻ ഇരിക്കുന്ന പോലെ ഈ ഓരോരുത്തർ വന്ന് വഴിപാട് ചെയ്തിട്ടുണ്ട്. എന്തിനാന്ന് ചിലർ വിളിച്ച് പ്രാർത്ഥിക്കണം, എൻ്റെ അമ്മേ അവൻ്റെ തല പോണേ എന്നൊക്കെ പറയും. ഇതൊന്നും തലയൊന്നും പോകത്തില്ല. ഇതൊക്കെ ചുമ്മാ സങ്കല്പങ്ങളാണ്. പിന്നെ ഈ ഗുരുതിയൊക്കെ കൊടുക്കുക, അതൊക്കെ ഒരു സങ്കല്പത്തിൽ ചെയ്തു പോകുക എന്നുള്ളതല്ല. അത് ഒരുത്തൻ നശിക്കാൻ വേണ്ടി ചെയ്തിട്ട് കാര്യമില്ല. അത് നമുക്ക് തന്നെ നാശം. എപ്പോഴും ഓർത്തോ, ഒരു കല്ലെറിഞ്ഞാൽ
ആകാശത്തോട്ട് ഒരു കല്ലെറിയുകയോ ബോൾ എറിയുകയോ ചെയ്തു, അത് തിരിച്ച് എറിഞ്ഞ അവിടെ തന്നെ തിരിച്ചു വരും. അതാണ് ഇതിപ്പോൾ ഭിത്തിക്കൊരു ബോൾ എറിഞ്ഞു, എത്ര ശക്തിയായിട്ട് എറിഞ്ഞു ആ ശക്തി തന്നെ ബോൾ തിരിച്ച് മാറിക്കൊടുത്തില്ലേ നമ്മുടെ തലയും കൊണ്ടുപോകും. ശരിയല്ല? ഇത് തന്നെയാണ് നമ്മൾ ഓരോ പൂജയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം. നമ്മൾ എറിയുമ്പോൾ അത് കറക്റ്റ് നമ്മുടെ തലയിൽ തന്നെ കൊള്ളും. അതുകൊണ്ട് മലന്ന് കിടന്ന് തുപ്പുന്നതിന് തുല്യമാണ്, മോന്തയ്ക്ക് തന്നെ വീഴും. അതുകൊണ്ട് കൂടോത്രം, ദുർമന്ത്രവാദം ഇതൊക്കെ ചുമ്മാ ജീവിക്കാൻ വേണ്ടി ഓരോ ഇത് ചെയ്തിടുന്നു. ഒരു ശക്തിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശക്തി ഇല്ലെന്നുമല്ല, ശക്തികളുണ്ട്. അതിന് നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഭഗവാനെ മനസ്സുരുക്കി നിങ്ങളുടെ ഉള്ളിലെ ചൈതന്യത്തെ നിങ്ങൾക്ക് തന്നെ പ്രൊട്ടക്ഷനാക്കി മാറ്റുക. അതായത് ഒന്നുമില്ല, ഏതെങ്കിലും ഒരു ഓം നമോ ഭഗവതേ വാസുദേവായ, ഭഗവാന്റെ ഒത്തിരി മന്ത്രമുണ്ട്, നമോ നാമമന്ത്രങ്ങൾ മാത്രം മതി കലിയുഗത്തിൽ. ഒരു യന്ത്രമോ ഒരു മന്ത്രമോ ഒന്നും ഉപയോഗിക്കണ്ട, ഒരു യാഗവും നടത്തണ്ട. ആ മന്ത്രം മാത്രം ജപിച്ചാൽ മതി. അതും വലിയ ഘടമായിട്ടുള്ള മന്ത്രമൊന്നും ഉപയോഗിക്കണ്ട. ഓം നമോ ഭഗവതി അമ്മേ നാരായണ ദേവി നാരായണ, ഇല്ല, സിമ്പിളായിട്ടുള്ള അത്രേ ഉള്ളൂ. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംഹിത, നമസ്തസ്യ 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 നമോ, അത് മതി. അമ്മയില്ലാതെ ലോകത്തൊന്നില്ലേ, കമാൻഡിങ് ആണ്. യൂണിവേഴ്സൽ പവർ ഓഫ് ദ ഗോഡ് ഈസ് ദ മദർ. ഈ ഒരു കാല് നിങ്ങൾ പൊക്കി അങ്ങോട്ട് നടന്ന അമ്മയുടെ കമാൻഡ് ഇല്ലാതെ പറ്റത്തില്ല. ഈ ചൈതന്യം അത് തന്നെയാണ്. ശിവം എന്ന് പറയുന്ന വള്ളി പോയാൽ ശവമായി, അത്രയേ ഉള്ളൂ. ആ വള്ളി എന്ന് പറയും ഇടാപിങ്ങള നാടിയിൽ കൂടി പോകുന്ന, അതായത് തലച്ചോറിൽ നിന്ന് വന്ന നമ്മുടെ നട്ടലിൻ്റെ അകത്തെ സുഷിന്ന നാടി വള്ളിയായിട്ട് പോകുന്നത്. അതിലെ ചൈതന്യം മുഴുവൻ അതിൽ ആവാഹിച്ചിരിക്കുകയാണ്. അതിൻ്റെ ചൈതന്യം പോയി കഴിഞ്ഞാൽ നിങ്ങൾ ശവമായി. നിങ്ങളെ പിന്നെ ആരും പേര് വിളിച്ച്, മരിച്ചു കഴിഞ്ഞാൽ ആരും പേര് വിളിച്ച് കാണും. ശവം എപ്പോഴാണ് എടുക്കുന്നതെന്ന് ചോദിക്കത്തുള്ളൂ. പറഞ്ഞു മനസ്സിലായി? അപ്പം ജീവിച്ചിരിക്കുമ്പം എന്തെങ്കിലുമൊക്കെ പുണ്യകർമ്മം ചെയ്തിട്ട് പോവുക. നിങ്ങൾക്ക് ഒന്നും ഓർത്തോ, നിങ്ങളെ കെട്ടിപ്പിടിച്ചതും പറ്റിച്ചതും വഞ്ചിച്ചതും ചതിച്ചതും ഒന്നും കൊണ്ടുപോകാനൊക്കത്തില്ല. നിങ്ങൾ ഈ കാണുന്ന സ്വത്തുക്കളൊക്കെ എൻ്റെ മോൻ അവിടെ ഇവിടെ പറഞ്ഞ് മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കും. അവിടെ ഇവിടെ സ്ഥലവും മേടിച്ച്, വീടും മേടിച്ചു, ബംഗ്ലാവും മേടിച്ച്, ഇങ്ങനെ ഒരാൾക്കും ഒരു കാര്യവും ചെയ്തും കൊടുക്കത്തില്ല. അങ്ങനെ ഉണ്ടാക്കിയിട്ടാൽ എന്തോ കുഴപ്പമെന്ന് പറയും. വരും തലമുറ ഒരു വർഷം മോടെ ഭർത്താവ് വെള്ളമടിച്ച് നശിപ്പിക്കുന്നതാണെങ്കിൽ, ഇല്ലേ മോൻ അത് വെള്ളമടിച്ച് നശിപ്പിക്കുന്ന പോയില്ലേ, വിറ്റ് അങ്ങനെയാണല്ലോ നിങ്ങളെല്ലാ ഇതും പോകുന്നതാണല്ലേ. അതുകൊണ്ട് നിങ്ങളൊന്നും ഉണ്ടാക്കാൻ നോക്കണ്ട. നിങ്ങൾക്ക് നിലനിൽപ്പിന് വേണ്ടി ഒരു തലമുറയ്ക്കുള്ളിൽ ഉണ്ടാക്കുക. അവിടെ ഇവിടെ സ്ഥലം മേടിച്ച് വെറുതെ ഉണ്ടാക്കിയിട്ടാൽ നിങ്ങളങ്ങ് പോയി കഴിഞ്ഞാൽ ഇത് എല്ലാം മക്കൾക്ക് അനുഭവിക്കാൻ പറ്റുമെന്നാണോ? ഒരിക്കലും അനുഭവിക്കില്ല. നിങ്ങൾ ഉള്ള സമയത്ത് ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് ആദ്യം ഒരു ശബ്ദം മനസ്സിലാക്കുക. ഒരു മണ്ണാങ്കട്ടയും കൊണ്ടുപോകാനൊക്കത്തില്ല. പിന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒന്നുണ്ട്, പുണ്യം. അത് എന്തെങ്കിലും ഇല്ലായ്മ അറിഞ്ഞ് ഒരു 10 രൂപയുടെ സഹായം മതിയെന്നേ, 100 രൂപയുടെ സഹായം മതി. ഇല്ല, ഇത് കണ്ടവർ കാണിക്കുന്നവർ കോടിക്കണക്കിനൊന്നും കൊടുക്കണ്ട. ഒരു ദേവന് ഒരു പതക്കവോ ഒരു കിരീടമോ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അതൊക്കെ ചുമ്മാ അതായത് ദിവസത്തിന് മുതൽക്കൂട്ടത്തായി മാറുകയുള്ളൂ. ഒരു ഭഗവാനും നമ്മൾ കൊടുക്കുന്ന കിരീടം വെച്ചുകൊണ്ട് നടക്കാറില്ല. ഇതാണ്ട് ഗുരുവായൂരിലൊക്കെ ഭഗവാന് വണ്ടികൾ കൊടുക്കും. ഭഗവാൻ എത്ര പ്രാവശ്യം ആ വണ്ടി ഓടിച്ചിട്ട് ഒന്നുമില്ല. അത് ദിവസത്തിൻ്റെ മുതൽ, അത് ലേലം വിളിച്ച് അവർ മുതലാക്കി വിടും. ഈ കൊടുക്കുന്നവൻ എന്നാ മണ്ടട? അപ്പോൾ ഇത് നമുക്ക് തർക്കിക്കാൻ പറ്റും. ഇതൊക്കെ സങ്കല്പത്തിൽ പെടുന്ന. അപ്പോൾ ആ ഭഗവാനെ അങ്ങനെ തന്നെ കാണുക, അത്രയേ ഉള്ളൂ. ഓക്കെ, ഹരി ഓം.